എല്ലാവർക്കും നമസ്തേ. ആദ്യം തന്നെ ഒന്ന് പറയാം, ഈ വീഡിയോ ഒരു മതസ്ഥരെയും അപമാനിക്കാനല്ല. ഇത് ഹിന്ദുവിന്റെ ദുരവസ്ഥ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാത്രമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വാഗ്ദാനം ചെയ്യൂ. നിങ്ങൾ ഇന്ന് ഒരു സത്യം അറിയും. അതിനുശേഷം നിങ്ങൾ രാഷ്ട്രീയത്തെ പഴയ പോലെ കാണില്ല. ഹിന്ദുക്കളുടെ വികാരം ഉപയോഗിച്ച്, ഹിന്ദുക്കളുടെ വോട്ട് ഉപയോഗിച്ച് അധികാരത്തിൽ കയറിയ രാഷ്ട്രീയക്കാർ പിന്നെ ഹിന്ദുക്കളെ തന്നെ മറക്കുന്ന ഒരു വലിയ കളി നടക്കുകയാണ്. ഇത് ഒരു പാർട്ടിയുടെ കഥ അല്ല, ഇത് ഒരു സിസ്റ്റത്തിന്റെ കഥയാണ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഒന്ന് മാത്രമാണ്: നമ്മുടെ വോട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താണ് തിരിച്ചു കിട്ടിയത്? ഒരു കാര്യം നമുക്ക് തുറന്നു പറയാം, നമ്മൾ തന്നെ ഈ അവസ്ഥയ്ക്ക് കാരണമാണ്. നമ്മൾ ഇലക്ഷൻ സമയത്ത് മാത്രം ഉണരും, ബാക്കി കാലം ഉറങ്ങും. നമ്മൾ ജാഥയിൽ പോകും, മുദ്രാവാക്യം വിളിക്കും, പക്ഷേ നമ്മൾക്ക് അവകാശപ്പെട്ടത് ചോദിക്കില്ല. നമ്മൾ നേതാവിനെ ദൈവമാക്കും, പക്ഷേ തീരുമാനങ്ങൾ പരിശോധിക്കില്ല. ഇതാണ് രാഷ്ട്രീയക്കാർക്ക് പവർ കൊടുക്കുന്നത്. ഓരോ തിരഞ്ഞെടുപ്പിന് മുൻപും എന്താണ് നടക്കുന്നത്? ഹിന്ദു വികാരം ഉണർത്തും, സംസ്കാരം പറയും, ക്ഷേത്രം പറയും, രാജ്യസ്നേഹം പറയും. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഹിന്ദു വിഷയങ്ങൾ വീണ്ടും ഫയൽ അടയ്ക്കും. ക്ഷേത്ര നിയന്ത്രണം ഇന്നും സർക്കാരിന്റെ കയ്യിൽ തന്നെ. ഹിന്ദു സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഹിന്ദു യുവാക്കൾക്ക് ഐഡിയോളജിക്കൽ സപ്പോർട്ട് ഇല്ല. എന്തുകൊണ്ട്? കാരണം രാഷ്ട്രീയക്കാർക്ക് അറിയാം, ഹിന്ദുക്കൾ ശാന്തരാണ്, ചോദ്യം ചോദിക്കില്ല, വീണ്ടും വീണ്ടും വോട്ട് ചെയ്യും. അവർക്കു നമ്മൾ വോട്ട് ബാങ്ക് ആണ്, താൽപ്പര്യമുള്ളവർ അല്ല. രാഷ്ട്രീയം ഒരു ലളിതമായ കളിയാണ്. വികാരങ്ങളെ ഉണർത്തുക, ഭയം ഉണ്ടാക്കുക, താരപരിവേഷമുണ്ടാക്കുക, അതിനുശേഷം ഇലക്ഷൻ ജയിക്കുക, പിന്നെ 5 വർഷം നിശബ്ദത. ഇത് തുടർച്ചയായ ഒന്നാണ്. നമ്മൾ തിരിച്ചറിയാതെ ആവർത്തിക്കുന്ന ചെയ്യുന്ന കെണി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ഒരു പാർട്ടി മാറിയാൽ മാത്രം ഹിന്ദുക്കളുടെ അവസ്ഥ മാറില്ല. ഹിന്ദു സമൂഹം സ്വയം രാഷ്ട്രീയപരമായി ബോധവാന്മാർ ആയാൽ മാത്രമേ മാറ്റം വരൂ. നമ്മൾ കണ്ണടച്ചു പിന്തുണക്കുന്നത് നിർത്തണം. ചോദ്യം ചോദിക്കണം, കണക്ക് ചോദിക്കുക തന്നെ ചെയ്യണം. ആരാണ് ക്ഷേത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത്? ആരാണ് ഹിന്ദു വിദ്യാഭ്യാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? ആരാണ് സംസ്കാര സംരക്ഷണത്തിന് വേണ്ടി നിയമം കൊണ്ടുവരുന്നത്? ഇത് നോക്കി വോട്ട് ചെയ്യണം. കൊടി നോക്കി അല്ല, ആൾക്കാരെ നോക്കി അല്ല. ഹിന്ദുക്കൾ ഉറങ്ങുന്നിടത്തോളം രാഷ്ട്രീയക്കാർ കളിക്കും. ഹിന്ദുക്കൾ ഉണർന്ന ദിവസം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറും. ഇന്ന് ഹിന്ദു യുവാക്കളോട് ഒരു ചോദ്യം: നിങ്ങൾക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ടോ? ഇല്ല. എന്നാൽ മുസ്ലിമിനും ക്രൈസ്തവനും അതുണ്ട്. ക്ഷേത്ര ചരിത്രം പഠിപ്പിക്കുന്ന സിലബസ് ഉണ്ടോ? ഇല്ല. എന്നാൽ ന്യൂനപക്ഷമെന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ മതം പഠിപ്പിക്കാൻ അവകാശമുണ്ട്. ആ പഠിപ്പിക്കുന്നവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കും. എന്നാൽ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ എങ്കിലും ഒരു മതപാഠശാല ഉണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ ഒന്ന് തുടങ്ങാൻ സർക്കാർ സമ്മതിക്കുമോ? ഇല്ല. ശബരിമലയിൽ പോകാൻ ഹിന്ദുവിന് സാധാരണ ബസ് കൂലിയുടെ ഇരട്ടി കൊടുക്കണം. അതുകൊടുത്താൽ തന്നെ മതിയായ യാത്രാ സംവിധാനം ഇല്ല. എന്നാൽ ചില പ്രത്യേക വിഭാഗക്കാർക്ക് അവരുടെ തീർത്ഥാടനത്തിന് പോകുവാൻ പണം സർക്കാർ കൊടുക്കും. ഒരു ക്ഷേത്ര പൂജാരി ഒരു തെറ്റ് ചെയ്തതെന്ന് തോന്നിയാൽ അത് ലോകം മുഴുവനും അറിയുന്ന പോലെ നാറ്റിക്കും. എന്നാൽ മറ്റു മതസ്ഥരുടെ തെറ്റുകൾ മൂടിവയ്ക്കപ്പെടും. മറ്റു മതസ്ഥരെ കുറ്റപ്പെടുത്താൻ അല്ല ഇത് പറഞ്ഞത്. അവർക്കും മതം പഠിക്കാൻ ഉള്ള അവകാശമുണ്ട്. എന്നാൽ അതേ അവകാശം ഹൈന്ദവരായ കുട്ടികൾക്കും ഉണ്ടെന്ന സത്യം ഒരു രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നില്ല. ഗണപതി മിത്താണ് എന്നു പറയുന്ന വ്യക്തികൾക്ക് ചന്ദ്രനെ രണ്ടായി പിളർന്ന അള്ളാഹു മുത്താണ്. ഇതാണോ സെക്യുലറിസം? ഹിന്ദു ഇന്ന് ഹിന്ദുസ്ഥാനിൽ രണ്ടാകിട പൗരന്മാരായി പോകുന്നു. പക്ഷേ വോട്ട് ചോദിക്കാൻ എല്ലാവരും വരും. ഇതാണ് നിലവിലെ അവസ്ഥ. പക്ഷേ ഇതിന്റെ അവസാന അധ്യായം ഇതല്ല. ഹിന്ദു സമൂഹം പതുക്കെ ഉണരുന്നു. സോഷ്യൽ മീഡിയ വഴി, സ്വതന്ത്ര സംഭാഷണങ്ങൾ വഴി, മറ്റുള്ള പല വഴികളിലൂടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചിന്ത കൊടുത്തെങ്കിൽ ഒരാളിലേക്കെങ്കിലും ഷെയർ ചെയ്യൂ. കാരണം ഉണർവ് വൈറൽ ആകണം.